കൊച്ചെ നീ ഒന്ന് അടങ്ങ്, നിനക്ക് ഞാൻ വേറെ മേടിച്ചതാന്ന്. പറ്റില്ല പറ്റില്ല പറ്റില്ല. വേണ്ടേ, എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്. ഞാൻ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് സേവ് ചെയ്ത് വെച്ച പൈസ കൊണ്ട് വാങ്ങിയ ജീൻസ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കാണാണ്ടായിട്ടുള്ളത്. എന്നെ കളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എടുത്ത് വാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പൊ ഈ സെക്കൻഡിൽ എനിക്ക് എടുത്തോണ്ട് തന്നോ. ഞാനായിട്ട് എങ്ങാനും കണ്ടുപിടിച്ച സീൻ പിന്നെ മാറും. ഇവിടെ വേറെ വേറെ സീനായിരിക്കും ഇവിടെ. എന്റെ ശിവ, നീ ഒന്നും മിണ്ടാതിരിക്കോ? നിന്റെ ഈ വഴക്ക് കാരണം അടുക്കള കടുപൊട്ടുന്നില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ 1-2 ജീൻസ് മേടിച്ചു തരാം. നീ നടക്ക്. ചേച്ചിക്ക് 1000 ജീൻസ് വാങ്ങിച്ചു കൊടുത്താലും ചേച്ചിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ആ ജീൻസ് തന്നെ വേണം ചേച്ചിക്ക്. ഇതിപ്പം നീളേം പോവൂല കുറുകേം പോവൂലാത്ത അവസ്ഥയാണല്ല ശിവ. ശിവ, ജീവിതം അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അത് കിട്ടിയേ മതിയാവെന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ അങ്ങ് ഇരുന്നു പോവും. എന്താ ഫിലോസഫി? താങ്ക് യു അമ്മായി. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് അലക്കിയിട്ട ജീൻസ് അമ്മായി, അത് എവിടെ പോണെന്ന് എനിക്ക് അറിയണം ഇപ്പൊ. ചേച്ചി അങ്ങനെ ഒരു ജീൻസ് വാങ്ങിച്ചിട്ടില്ലെന്ന് ചിന്തിക്ക്. അത് കൊള്ളാലോ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. പാറുവിന് ഇവിടെ കുറെ ടോയ്സ് ഇല്ലേ? ഉണ്ട്. ഞാൻ ഇതൊക്കെ കൂടെ എടുത്ത് കളയാം. എന്നിട്ട് ഞാൻ പാറുവിന്റെ അടുത്ത് പറയാം പാറുതൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാൻ. പാറു ചിന്തിക്കോ? ഇല്ല, ചിന്തിക്കില്ലല്ലോ. പിന്നെ വായം വെച്ചോണ്ട് മിണ്ടാണ്ടിരുന്നോണം. അല്ലെങ്കിലും ഇവിടെ ഇങ്ങനെയാണല്ലോ. എന്റെ ഒരു ആവശ്യം വന്നാൽ എനിക്കൊരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു കുലുക്കവും ഇല്ല. വേറെ ഇവിടെ ആരുടെയും സാധനം പോയാൽ ഞാനിവിടെ ചത്ത് കിടന്നപ്പോ അത് കണ്ടുപിടിച്ചാൽ ഞാൻ ഇരിക്കത്തുള്ളൂ ഇവിടെ. എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ജീൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാണ്ട് ശിവ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല ഇവിടെ. അവിടെ നിന്നോ അനങ്ങണ്ട. പിന്നെ നിക്കണേ നിന്നോ അനങ്ങണ്ട. ആഹാ, എവിടെയായിരുന്നു? കലാപരിപാടി തുടങ്ങിയപ്പോ കണ്ടില്ലല്ലോ. കാണില്ലല്ലോ. വേറെ ആരുടെ കാര്യമാണെങ്കിൽ ആന്റിക്ക് വല്ലാത്ത ശുഷ്കാന്തിയാണ്. ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ ജീൻസ് കാണാനില്ല, എന്റെ ജീൻസ് കാണാനില്ല എന്ന്. ആന്റിക്ക് ഒന്ന് നോക്കാൻ തോന്നി ആന്റി. ഇങ്ങനെ നിക്കണ എന്താ കനകം? ശിവാവോട് ജീൻസ് എനിക്ക് കടച്ചാച്ച്. കിടച്ചാ എവിടെ? എടുത്തു കൊടുക്കാനാണ്ടി. അതേ എടുത്ത് കൊടുക്ക, അവർക്ക് സമാധാനാവട്ടെ. അത് തന്നെ എടുത്തു കൊട്. എന്തോന്ന് ഇത്? ഇതെന്നെ നിക്കറാണോ? ഇതെന്തോന്നിത്? அது வந்து சிவா, நான் குப்பையெல்லாம் எரிக்க பின்னாடி போயிருந்தேன். அப்போ இந்த ஜீன்ஸ் அங்க கடந்தது. நான் பார்த்தப்போ அதுல நிறைய ஓட்டையெல்லாம் இருந்தது. அப்ப நான் நினைச்சேன் அது வேஸ்ட்னு. அப்ப நான் அதை எரிச்சிட்டேன் தெரியாதனமா. சாரி மதுரை மீனாட்சி அம்மா, சத்தியமா தெரியாம பண்ணினேன். ശിവ, എന്നാ പിന്നെ ഞാൻ വേറെ ഒരെണ്ണം പുതിയത് മേടിച്ചു തരട്ടെ?